സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. പൊതുനിരത്തിൽ ജനങ്ങളുടെ സാന്നിധ്യവും അവരുടെ പരസ്പര ഭാഷണവും ഭീതിയോടെയാണ് ജനാധിപത്യ കേരളത്തിലെ നിയമവ്യവസ്ഥ നോക്കിക്കാണുന്നത്. ചുങ്കപ്പുരകളിൽ നിന്ന് ചുങ്കപ്പുരകളിലേക്ക് ഇരമ്പിപ്പായുന്ന മോട്ടോർ വാഹനങ്ങളുടെ നാരകീയ ആരവങ്ങൾക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മുടെ തെരുവുകൾ. യാഥാസ്ഥിതികതയുടെ മുൾക്കാടുകൾ ചവിട്ടി ഒതുക്കി നവോത്ഥാന ചിന്തയുടെ പോരാട്ട വീര്യമാർന്ന കുതിപ്പുകൾ നടത്തിയ പോയ തലമുറയുടെ ചോര കുതിർന്ന കാലടിപ്പാടുകളാണ് പുതുകാലത്തിൻ്റെ ജനപാതകളായി വിസ്തൃതമായത്. നീതിയുടെയും സമത്വത്തിൻ്റെയും സാമൂഹിക പരിണാമത്തിൻ്റെയും ആശയങ്ങൾ മലയാളി കരുപ്പിടിപ്പിച്ചത് ഇവയുടെ ഓരങ്ങളിൽ സംഘം ചേർന്നുകൊണ്ടായിരുന്നു. നവ ഉദാരവൽക്കരണത്തിൻ്റെ സ്വച്ഛന്ത സഞ്ചാരത്തിനായി അധികാര വ്യവസ്ഥ ഈ വഴികളത്രയും ജനങ്ങൾക്കെതിരെ അടച്ചുകെട്ടുന്നു. പരസ്പര സംവാദം നഷ്ടപ്പെട്ട അന്ധമൂക ബധിരരുടെ നിശ്ചല സമൂഹമായി ചരിത്രവീഥിയുടെ ഓരങ്ങളിൽ മലയാളി തറഞ്ഞു നിൽക്കുന്നു. തൃശൂർ, എറണാകുളം ജില്ലയിലെ ഉൾനാടൻ പട്ടണങ്ങളുടെ പാതവക്കുകളിൽ ചെറിയ ഉച്ചാഭാഷണി സംവിധാനത്തിൽ കരോക്കി പശ്ചാത്തല സംഗീതത്തിന്റെ പിന്തുണയിൽ സിനിമാ പാട്ടുകൾ പാടി ഉപജീവനം തേടുന്നു തണ്ടിലം വേലായുധൻ. നീതിപീഠങ്ങളുടെ നിരോധന ഖഡ്ഗം എന്തായാലും ഇതുവരെ ഈ തെരുവ് ഗായകന്റെ മേൽ പതിച്ചിട്ടില്ല. പ്രിയമുള്ളവര്, തെരുവ് പാട്ട് എന്നൊരു പരിപാടിയുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. തെരുവ് പാട്ട് എന്നാൽ തെരുവിൽ നിന്ന് പാട്ടുകൾ പാടുക എന്നത് തന്നെ. ഇതിൽ ജയചന്ദ്രൻ പാടി ചില പാട്ടുകളാണ് പരിപാടി. ഇത് സാമ്പത്തിക സഹായങ്ങൾ ചോദിച്ചുകൊണ്ടുള്ളൊരു വർക്കാണതിനാലേ ആ തരത്തിൽ ഇതിനോട് പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഒരു വ്യാഴവട്ടമായി വേലായുധൻ നടപ്പാതയിലെ ശ്രോതാക്കൾക്കായി പാടുന്നു. അതും ഗായകൻ ജയചന്ദ്രന്റെ പാട്ടുകൾ മാത്രം. നോവലിസ്റ്റും തബലവാദകനുമായ തണ്ടിലം വേലായുധന്റെ സംഗീത റോഡ് ഷോയിലേക്കാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായം മിഴി തുറക്കുന്നത്. പണ്ട് അമേച്ചർ നാടകങ്ങളിലൊക്കെ എഴുതലും പാടലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അമേച്ചർ നാടകങ്ങളിലൊക്കെ പാടിച്ച് നല്ല പാട്ടുകളെന്ന് ആളുകളൊക്കെ പറയാറുണ്ട്. പള്ളിയിലൊരു നാടകം ഉണ്ടായിട്ട് അത് പാട്ട് എഴുതി. ആദ്യം എഴുതിയപ്പോൾ പറഞ്ഞു അത് ശരിയായിട്ടില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ പുറത്ത് ചവിട്ട് പാടിയുമ്പോഴേക്കും മാറിയിട്ട് ഒന്നുകൂടി എഴുതി. എന്നിട്ട് ആ പാട്ട് പാടി ഇതാണ്: ഒരു നീലരാവിൻ്റെ പൂപ്പന്തലിൽ പാൽ തിങ്കളൊളി വീശി നിന്നിടുമ്പോ ഒരു മുല്ലപ്പൂമാല്യം കോർത്തു നിന്നിൽ ചാർത്തുവാനെത്തും ഞാൻ ഓ മലയാളേ. അപ്പം ഇങ്ങനെയുള്ള നടക്കുമ്പോൾ കൂടെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞു ഇങ്ങനെ കരോക്കെ സമ്പ്രദായം ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ച് പാടി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ വെച്ചിട്ട് പാടും. ഇവിടുത്തെ കണ്ണട കുത്തിയിട്ട് ഇവിടെ നിന്നിട്ട് പാടുമ്പോൾ മൂത്ത പെങ്ങൾ പറഞ്ഞ് തർക്കമില്ലാന്ന്. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നന്നാവുന്നു. അപ്പോൾ തൃക്കൂര്, പിന്നെ ഒരു ദിവസം തൃക്കൂര് അവിടെ ഒരു ജയഹിന്ദ് ക്ലബ്ബുണ്ട്. ആ ജംഗ്ഷനിൽ അതിൻ്റെ ക്ലബിൻ്റെ പേര് അങ്ങനെയാണ്. അവിടെ വെച്ച് ജനങ്ങളുടെ മുമ്പിലാണ് പാടിയുണ്ട് മഞ്ഞലയിൽ മുങ്ങി തോർത്തി. അവർ പറഞ്ഞു കുഴപ്പമില്ലാന്ന്. പിന്നെ വെച്ചങ്ങ് പിടിച്ചു.
പിന്നെ 10-12 കൊല്ലമായി ഇപ്പോൾ. 10-12 കൊല്ലത്തിനിടയ്ക്ക് ഒരു ദിവസത്തേക്കൊരു 5-6 സ്ഥലം ദിവസം പാടും. 2 സ്ഥലം അങ്ങനെ മൊത്തം ഒരു 4 സ്ഥലം ഒരു ദിവസം എടുക്കാം. അങ്ങനെ ഒരു 10 വർഷക്കാലത്തെ സദസ്സും അതിന് 2 ലക്ഷത്തോളം പാട്ടുകൾ പാടിയിട്ടുണ്ടാവുന്നതാണ് ഏകദേശം. തിരുവാഭരണം ചാർത്തിവിടർന്നു തിരുവാതിരത്നചിത്രം പ്രിയദർശിനി ജന്മദിന. അയ്യപ്പത്ത് ശമ്പളത്തിനൊക്കെയാണ് പരിപാടി. ചെറുപ്പം മുതൽക്ക് അയ്യപ്പത്ത് വീട്ടിൽ ശമ്പളത്തിന് നിൽക്കുക. അപ്പോൾ അവിടെ പണി കഴിഞ്ഞിട്ട് ചോറൂണ് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ നമ്മൾ ഒന്ന് 10 മിനിറ്റ് വിശ്രമിക്കുമ്പോൾ അവിടുത്തെ കുട്ടികൾ റേഡിയോ വയ്ക്കും. കോഴിക്കോട്ട് നിന്ന് കുറച്ച് 2-3 പാട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കേട്ടാണ് ഈ പാട്ടുകൾ ശീലമായത്. അന്ന് മുതൽക്ക് ഈ പാട്ട് പാടി തുടങ്ങിയെന്നർത്ഥം. അന്ന് അമ്പലപ്രാവിലെ പാട്ടുകളൊക്കെ ജയചന്ദ്രൻ്റെ കുപ്പായ കീശമേൽ കുങ്കുമപ്പൊട്ട് കണ്ടു കൂട്ടുകാരിന്നെന്നെ കളിയാക്കി, ആ സീസ് പാട്ടുകളൊക്കെ ഇറങ്ങിയ കാലം. പിന്നെ ഈ മിണക്കയിൽ പിണങ്ങിയല്ലോ എന്നുള്ള പാട്ടുകളൊക്കെ ഇറങ്ങിയ കാലം. അങ്ങനെ ഈ ജയചന്ദ്രനെ അങ്ങ് പിടിച്ചു പോയി. ജയചന്ദ്രനാണ് ഇഷ്ടപ്പെട്ടത്, ആ പാട്ടുകളാണ് താല്പര്യപ്പെട്ടത്. പിന്നെയും മിണക്കുയിൽ പിണങ്ങിയല്ലോ, ഇന്നെന്താണ് ഉറക്കമില്ലേ ഉറക്കമില്ലേ. ആ പാട്ടാണ് നമ്മൾ ആളനെ. അങ്ങനെ പിന്നെയുണ്ട് മലരമ്പനറിഞ്ഞില്ല മധുമാസമറിഞ്ഞില്ല. പിന്നെ എങ്ങനെയാ ജയചന്ദ്രനെ ഇഷ്ടപ്പെടാതിരിക്കുക? ജയചന്ദ്രനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കാ പറ്റുക? ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ജയരാജുവാരുടെ വീട്ടിൽ വെച്ചിട്ടാണ് കണ്ടത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പാട്ടുകളൊക്കെ ചിലത് പാടിച്ചു. അപ്പോൾ ഞാൻ ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുമ്പോൾ ജയചന്ദ്രൻ കൂടെ പാടി, ചന്ദനത്തിൽ കടഞ്ഞെടുത്ത പാടുമ്പോഴും പാടി. അത് വലിയൊരു സ്വപ്നം മാതിരിയാണ്. അത് നേരാ നിൽക്കിയതിപ്പോൾ തോന്നുന്നില്ല. സംഗീതം എന്ന് പറഞ്ഞാൽ പാട്ട് കേട്ടാൽ ശവങ്ങൾ പോലെ എഴുന്നേൽക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാൻ ജയചന്ദ്രൻ്റെ പാട്ട് പാടുള്ളൂ വെച്ചാലും യേശുദാസിനോട് എനിക്ക് വലിയ സ്നേഹമാണ്. യേശുദാസിനോട് സ്നേഹമില്ലാത്ത ദൈവത്തിനോട് സ്നേഹമില്ല എന്നർത്ഥം. യേശുദാസിൻ്റെ പാട്ടുകൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ യേശുദാസിൻ്റെ ചില പാട്ടുകളൊക്കെ ഉണ്ട്. കുങ്കുമപ്പൂവുകൾ പൂത്തു നിൻ്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ എന്നൊക്കെ പാടുന്ന പാട്ടുകൾ കേട്ടാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ കൊല്ലാൻ പോണ ഒരാളെന്നിരിക്കട്ടെ, കൊല്ലാൻ പോണ ഒരാളാന്ന് വെച്ചാൽ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ, ഈ ജയചന്ദ്രൻ പാടുന്ന യേശുദാസ് പാടുന്ന ഈ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ, ഈ കല്ലൂലിനി കേട്ട് കഴിഞ്ഞാൽ നിൽക്കുക കഴിഞ്ഞിട്ട് കൊല്ലാമെന്ന് തീരുമാനിക്കും. അപ്പോൾ ചിലപ്പോൾ അത് വേണ്ടെന്നും വയ്ക്കും. ആ പാട്ടിനുള്ള കഴിവുണ്ട്. അമ്പാടി തന്നിലൊരുണ്ണി തിരുവമ്പാടി കണ്ണനമുണ്ണി, ഉണ്ണിക്ക് തൃക്കൈയിൽ പൊന്നോട കുഴലിൽ ചുരത്തുന്നതമൃത്. അമ്പാടി തന്നിലൊരുണ്ണി. തൃശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ വേലൂരിനടുത്ത തണ്ടിലം എന്ന ഗ്രാമത്തിൽ കുളകുന്നത്ത് ചാത്തപ്പൻ കാളി ദമ്പതികളുടെ മകനാണ് വേലായുധൻ. 3-ാം ക്ലാസ്സിൽ അവസാനിച്ച തൻ്റെ പഠനത്തെക്കുറിച്ച് നിർമമതയോടെയാണ് വേലായുധൻ ഇന്ന് തിരിഞ്ഞു നോക്കുന്നത്. കുലവൃത്തിയായ മുളപ്പണിക്കും ജന്മി കുടുംബങ്ങളിലെ പോത്തുനോട്ടത്തിനും നിയോഗിക്കപ്പെട്ട കുട്ടിക്കാലത്തു തന്നെ തനിക്കുള്ളിൽ സംഗീതത്തിൻ്റെ ഒരു തിരയടി ഇദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. സംഗീതം ശാസ്ത്രീയമായി പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലെ എണ്ണപ്പെട്ട ഗായകനായി തീരുമായിരുന്നു താനെന്ന് തികഞ്ഞ ആത്മബോധ്യം പുലർത്തുന്നു വേലായുധൻ. തെരുവിലെ സംഗീതാനുഭവങ്ങൾ ഈ ബോധ്യം വളർത്തിയിട്ടേ ഉള്ളൂ. സംഗീതം പഠിച്ചിട്ടില്ല, അത് പഠിക്കാത്ത വലിയ ദോഷമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സംഗീതം ഞാൻ പഠിച്ചു വെച്ചാൽ യേശുദാസ്, ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദം കഴിഞ്ഞാൽ കേരളത്തിൽ ഞാനാവും എന്നൊക്കെ തോന്നുന്നു. അഹങ്കാരം എന്ന് വെച്ചോളൂ, എന്നാലും അങ്ങനെയാണ്. അതിപ്പോൾ പറ്റിയില്ല, ഭാഗ്യം ഉണ്ടായില്ല. എത്ര വരെ പഠിച്ചു? 3-ാം ക്ലാസ് വരെ. 3-ാം ക്ലാസ്സിൽ കുറേ കൊല്ലം പഠിച്ചു. ഒരു കൊല്ലം 2 കൊല്ലം എന്നല്ല. അത് കഴിഞ്ഞ് ശമ്പളത്തിന് വെക്കാൻ പോവുക, പോത്തിന് നോക്കാൻ പോവുക, കഴുകി തിരിക്കാൻ പോവുക. അപ്പനെ തോന്നുമ്പോൾ പിന്നെയും കൊണ്ട് ചേർക്കുക. അപ്പോൾ ഈ കൊല്ലം അന്ന് ആര് ജനങ്ങൾക്ക് കാശ് കിട്ടും സ്കൂളിൽ നിന്ന്. ഇത് മേടിക്കാനേ കൊണ്ട് ചേർക്കണത് അല്ലാണ്ട്. 3-ാം ക്ലാസ്സിൽ പഠിച്ച എത്ര കൊല്ലമെന്ന് ചോദിക്കായിരുന്നു, അതിന് കണക്കില്ല. 2-ാം ക്ലാസ്സിൽ വരാമായിരുന്നു. 2-ാം ക്ലാസ്സിൽ പഠിച്ച് മാഷന്മാർ ഗതി 5 മുട്ടി 3-ലേക്ക് ആക്കി. 2 ഇവിടുന്ന് പോട്ടം ചുറ്റും. 3-ൽ തോറ്റിട്ട് പരവശായി. അപ്പോൾ അത് നിർത്തി. ഇതൊക്കെ ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് എന്താ പറയാനുള്ളത്, സമയമുള്ള നേരമല്ല, അല്ലെങ്കിൽ ഒന്ന് പാടി കേൾപ്പിച്ച് തരാൻ പറയും.
എനിക്ക് അവിടെ വിഷമമില്ല, കാരണം എനിക്കിത് ശല്യം. സിനിമാ പാട്ടിനോടുള്ള പ്രണയാഭിനിവേശത്തിൽ നിന്ന് തന്നെയാണ് വേലായുധൻ എഴുത്തിലേക്കും നയിക്കപ്പെടുന്നത്. നാടകഗാനങ്ങളിലായിരുന്നു തുടക്കം. പ്രശസ്ത നോവലിസ്റ്റ് മാടമ്പ് കുഞ്ഞുകുട്ടനുമായുള്ള പരിചയമാണ് സാഹിത്യരചന ഗൗരവമുള്ള ഒരു കർമ്മമാണെന്ന ധാരണ ഇദ്ദേഹത്തിൽ ഉണ്ടാക്കിയത്. തൃശ്ശൂരിൽ നിന്നിറങ്ങിയിരുന്ന എക്സ്പ്രസ് ദിനപത്രത്തിൻ്റെ വാരികയിൽ വേലായുധൻ്റെ ആദ്യ നോവൽ കാട്ടുകുരുവികൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പോത്തോട്ട മകം എന്ന പുതിയ നോവലിൻ്റെ രചനാന്ത്യത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ. എങ്ങനെ ഈ നോവലൊക്കെ വന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമല്ലത്. അപ്പോൾ ഈ സിനിമാ പാട്ടിനെ ആകർഷിച്ചിരിക്കുന്നത് നീലവനം പൊന്നണിഞ്ഞാൽ 4 മണി പൂ വിരിഞ്ഞാൽ എന്ന് പറയുമ്പോൾ വനനിരകളാണ് മനസ്സിലേക്ക് വരുന്നത്, മലനിരകളാണ് വരുന്നത്. അങ്ങനെ ആണ് അതൊക്കെ വന്നത്. പിന്നെ മാടമ്പനെ പരിചയപ്പെട്ടപ്പോൾ എഴുത്ത് എന്നുള്ളത് വേറെ ലൈനാണ് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ നോവൽ മല്ലികയാണ്. പക്ഷെ അതെനിക്ക് അന്ന് ഞാൻ ഈ ഇതൊക്കെ വായിക്കണ കാലമായത് മുട്ടത്ത് വറുക്കി, കാനം, ഒയ്ത് പടിയത്തൊക്കെ വായിക്കണ കാലം. അതേ തരത്തിലേക്ക് എൻ്റെ എഴുത്ത് ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അഭിമാനത്തോടു കൂടെ പറയാൻ സാധിക്കുക കാട്ടുകുരുവികളാണ്. അപ്പോൾ ഞാൻ മാടമ്പ് തമ്പുരാൻ്റെ അവിടെ പോകും. അവിടെ തന്നെ എന്നിരിക്കും, ചായ കൊടുന്ന് വരും. മനയ്ക്കുന്നൊക്കെ ചായ കിട്ടില്ല പതിവൊന്നുമില്ല. ചായ തന്നാൽ നീല പാത്രം കൊണ്ട് മുളുകൾ പോരണം, ഞാൻ അങ്ങോട്ട് തിരിച്ചിരിക്കില്ല. അങ്ങനെയല്ലേ ഇവിടെ മാടമ്പിൽ അങ്ങനെയില്ല. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ പല എഴുതുമ്പോൾ കൊണ്ടുപോയി കാട്ടി കൊടുക്കും. അങ്ങനെ കൊണ്ടുപോയി കാട്ടി കൊടുക്കുമ്പോൾ ആൾ പറഞ്ഞു, താൻ ഈ കശ പിശന്ന് എഴുതിയിട്ട് ഇങ്ങോട്ട് വരണ്ട, ഉണ്ടായ കാര്യങ്ങൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ, ഉണ്ടായ കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ട് ഇവിടെ കൊണ്ടുവരാം. അതാണ് കഥ, നോവൽ എന്നൊക്കെ. അപ്പോൾ ഉണ്ടായ കാര്യം സമുദായത്തിനെ കുറിച്ച് എഴുതാനായി പറയുന്നത്, ജാതിനെ കുറിച്ച് എഴുതാനായി പറയുന്നത്. അപ്പോൾ പറയന്മാരെ കുറിച്ച് എന്നിട്ട് എന്താ എഴുതണം, ഒന്നുമില്ല എന്നല്ല, ആഴത്തിലുള്ള പഠിപ്പ് വേണം പറയരെ കുറിച്ച് എഴുതണമെങ്കിൽ. അപ്പോൾ അതെനിക്ക് കഴിയില്ല എന്ന് തോന്നിയ അടിസ്ഥാനത്തിൽ മംഗലം ഡാമിൽ 69, 70, 72 കാലഘട്ടത്തിൽ കൊള്ളിപ്പണികൾ നടന്നിരുന്നു. കൊള്ളിപ്പണികൾ പട്ടിണിയുള്ള കാലമാണ്. അപ്പോൾ ഈ കഞ്ഞി വയറ് നിറച്ച് കുടിക്കാൻ കിട്ടുന്നുള്ളത് കൊണ്ട് എല്ലാ ആൾക്കാരും മംഗലം ഡാമിലേക്ക് പണിക്ക് പോകും. മംഗലം ഡാമിലേക്ക് ആണും പെണ്ണും ഇപ്പോഴത്തെ ലോറി കൊണ്ട് നിർത്തുക ഈ ജാതിക്ക് കൊണ്ടുപോകണം വരെ. അപ്പോൾ ഇതിൽ ആണും പെണ്ണുകളാണ് കയറിയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യുക. അവിടെ മലയോരത്ത് പാടി കെട്ടി അതിൽ ഒരുമിച്ച് താമസിക്കുക ചെയ്യുക. അങ്ങനെ ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ പോയി നാനാ സൈഡിൽ നിന്ന് ചാലക്കുടി അങ്ങനെ പല സൈഡിൽ നിന്ന് ആളുകൾ വന്നാൽ താമസിക്കുമ്പോൾ ഒരു രാത്രി കർക്കിടകത്തിൽ ഇടി വെട്ടി, കർക്കിടകത്തിലല്ല അത് വിഷുവിന് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ അവസരത്തിൽ ഇടി വെട്ടി ആ ഷെഡാ തീ പിടിച്ചു. ഷെഡ് തീ പിടിച്ചു എന്നല്ല, അതിലുള്ളവരൊക്കെയാണ് ചത്ത. ഇവിടുന്നിട്ട് 10-12 ആൾക്കാർ ഈ പരിസരത്ത് നിന്ന് മരിക്കാണ്ടായി. അപ്പോൾ ഞാനതങ്ങ് രേഖപ്പെടുത്തി, അതങ്ങ് എഴുതി. മാടമ്പനെ പറഞ്ഞല്ലോ, അത് എഴുതി കൊണ്ടുവന്നപ്പോൾ ആളെൻ്റെ പുറം ചട്ടം എഴുതി വെച്ചു, ഈ സാധനം നന്നു, ഈ തപസ് നന്നാവും, ആൾ എഴുതി വെച്ചു. അങ്ങനെയാണ് ആ കഥ കാട്ടുകുരുവികൾ വന്നത്. അപ്പോൾ അതാണ് നമ്മുടെ എഴുത്തിൽ ഇഷ്ടപ്പെട്ടൊരു. അന്ന് ഈ കാട്ടുകുരുവികൾ വന്ന സമയത്ത് പാങ്ങൽ ഭാസ്കരനൊക്കെ രേഖാമൂലം പത്രാധിപർക്ക് നന്നായി എഴുതേണ്ടായിട്ടുണ്ട്. വേലായുധനെ എനിക്ക് പരിചയം നോവലിസ്റ്റ് എന്നുള്ള രീതിയിലാണ്. കഥാകൃത്താണ്, നോവലിസ്റ്റാണ്, സംഗീതജ്ഞനാണ്, തബലിസ്റ്റാണ്, ചെണ്ടക്കാരനാണ്. അങ്ങനെ വേലായുധനിൽ ഒരുപാട് യോഗ്യതകളുണ്ട്. വേലായുധന് ഒരൊറ്റ അനുഷ്ഠാനം മാത്രമേ ഉള്ളൂ, പാട്ട് പാടണം, നോവൽ എഴുതണം, കഥ എഴുതണം. അതാരും ശ്രദ്ധിക്കണം എന്നൊന്നും വേലായുധന് യാതൊരു നിർബന്ധമില്ല. അതാണ് വേറൊരു വിശേഷം. ഇനിയിപ്പോൾ അതിന് പണം വേണമെന്ന് നിർബന്ധമില്ല. എന്താ വെച്ചാൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും പരാതിയില്ല, കൊടുത്താലും പരാതിയില്ല, കൊടുത്തില്ലെങ്കിൽ പഷ്ണി എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വെച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. 53-ാം വയസ്സിലും ചരരാശിയിലാണ് വേലായുധൻ്റെ വാഴ്വ്. കുടുംബ വീട്ടിൽ വല്ലപ്പോഴും എത്തുന്ന അതിഥിയാകുന്നു ഈ സഞ്ചാരി. തെരുവ് വേലായുധന് അന്നന്നത്തെ അപ്പം നൽകുന്നു. ദിനാന്ത്യത്തിൽ എത്തിച്ചേരുന്നിടത്ത് അത് കൂടൊരുക്കുകയും ചെയ്യുന്നു. നാടോടിത്തം തൻ്റെ ജന്മമുദ്രയായി സ്വീകരിക്കുന്ന ഈ അവിവാഹിതൻ പക്ഷേ ഗൃഹസ്ഥാശ്രമത്തിലേക്കുള്ള സഞ്ചാര സാധ്യതയെയും തള്ളിക്കളയുന്നില്ല. കല്യാണത്തിരക്കിൽ പെണ്ണ് കെട്ടാൻ മറന്നു പറഞ്ഞ മതിയില്ലേ, ഇതേവരെ വേണ്ടെന്ന് വെച്ചു. നാളത്തെ കാര്യം നമുക്ക് നാളെ പറയാൻ പറ്റില്ല, ഇപ്പോൾ പറയാൻ പറ്റില്ല. മഞ്ഞളിൽ മുങ്ങി തോർത്തിയുള്ള പാട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്താ വെച്ചാൽ അതിന് ജീവിതമായിട്ട് കണക്ഷൻ ഉണ്ട്. അതെന്താ കണക്ഷൻ എന്ന് പറയുമ്പോൾ കഥ മുഴുവൻ തീരും മുമ്പേ, യൗവനിക വീഴും മുമ്പേ, കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജീവിതമായിട്ട് ബന്ധമുണ്ട്. അത്രയും പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുക.